was built to last with the webs of the weaving. I could change the past, I'm all about achieving. Got my foot on the gas, never stop competing. If you break my glass, then this life's gonna end. I wanna be the best in the game, invest in my name. Check no restraints, I'm obsessed with the pain. I ingest, I retain, assess and I change. Possessed by the thought I'll be free one day. ഹായ് സൈക്കോആംഗ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നമ്മൾ ഫ്രഷ് വാട്ടറിൽ ഇറങ്ങിയിരിക്കുകയാണ്. കരിമീൻ സീസൺ ആയിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കണ്ടിന്യൂസ് കൊത്ത് കിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ടൈം കിട്ടിയപ്പോൾ ഒന്ന് നമ്മൾ പുഴയിലോട്ട് ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പകുതി വെച്ചിട്ടാട്ടെ ഇൻട്രോ എടുക്കുന്നത്. കുഴപ്പമില്ലാതെ മീൻ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. വണ്ടിയൊക്കെ അവിടെ നിർത്തി കുറച്ച് കണ്ട് നടക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ മൻസൂറുണ്ട്, അതുപോലെ ഷബീറുണ്ട്. നമ്മൾ 3 ആൾക്കാരാണ്. അത് കാണുന്നതാണ് പോയ കേട്ടോ, അവിടെ കാണുന്നതാണ് പോയ. ഇത് നമ്മൾ ഒരു സ്ഥിര സ്പോട്ടാണ്. നമ്മളിവിടെ കുറെ കാലമായിട്ട് വരുന്നത് കേട്ടോ. ഇവർക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ അങ്ങനെ വരാറ്. കാരണം കുറച്ച് റിസ്ക്കിയാണ് അങ്ങോട്ട് കടക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് ചളി കൂടിയൊക്കെ നമ്മൾ നടന്നിട്ട് വേണം അവിടെ പോകാൻ. അപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കിത് ആ ഒരു പൊന്തന്റെ അവിടെ കണ്ടോ, ആ ഒരു പൊന്തന്റെ ഉള്ളിൽ കൂടി വേണം അകത്തോട്ട് കയറാൻ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തിട്ട് കാണിച്ചു തരില്ല അതിന്റെ അവസ്ഥ എങ്ങനെയാന്നുള്ളത്. അതല്ലേ പറഞ്ഞു അങ്ങനെ കയറാ. അവിടെ എന്തായാലും ഒരു കാല് കുത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്നാലും നമ്മള് റൂട്ട് മാറ്റി വിട്ടിട്ടാ. ഇതിനിപ്പുറത്ത് കൂടി ഇങ്ങനെ പോയാൽ കുറച്ച് എന്നാലും വേണം വെള്ളത്തിൽ ഇറങ്ങാൻ. ആയിക്കൂടെയാണ് അങ്ങനെയാണല്ലേ. ആളുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തി പോയാൽ മതി. 2 ഓല കയ്യിലെടുത്തോ. ഈ ഓലറ്റൊരു പണിയുണ്ട് കേട്ടാ. മീൻപിടുത്തത്തിന് നമുക്കൊരു ഓലറ്റ് പണിയുണ്ട്, അതിനുള്ള ഓലയാണത്. നമുക്കാണ്ട് അപ്പുറം കിടക്കണമെങ്കിൽ ചളിയിലധികം ചവിട്ടി കഴിഞ്ഞാൽ കാല് കേടുവരും, കാല് നല്ല താന്നു പോകും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഓലട്ടിട്ട് അതിന് മേലെ ചവിട്ടി കിടക്കാനാണ്. എന്തായാലും ചളിയാവും, പക്ഷെ ആ താഴ്ന്നു പോകുന്ന കുറെ ഒഴിവായി കിട്ടും ഇങ്ങനെ ഓലട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അത് കിടന്നാ ചെരുപ്പ് വെച്ചിട്ട് കാൽമ ഉള്ളിതാവും. അവൻ ചവിട്ടി കിടന്നോ, എന്തായാലും വെള്ളമാവും കാൽമ. അപ്പൊ നമ്മളെ സ്പോട്ടിലെത്തി. ഈ പുഴയെന്നാണ് നമ്മൾ കരിമീനെ പിടിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ആദ്യമൊക്കെ പിടിച്ചിരുന്നത്, കണ്ടില്ലേ. അതായത് ഉപ്പുവെള്ളം പുഴയിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കരിമീൻ കടിക്കുള്ളൂ. പുളി വരണം പുഴയിൽ, അപ്പോൾ പെട്ടെന്ന് തന്നെ മീൻ ഇരടുക്കും. ഇപ്പൊ ഏകദേശം കയറി. പിന്നെ അതിന്റെ അടുക്ക് ഇതിന്റെ ലാസ്റ്റിലൊരു ഷട്ടർ ഉണ്ട്, അത് പിന്നെ അടച്ച അവിടെ ഒരു മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ പുളി കയറി, അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ കടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഷബീർ ഇവിടെ ഉണ്ട് സെറ്റ് ചെയ്യുന്നു, മൻസൂർ അവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഷബീറ ഫസ്റ്റ് തന്നെ നിന്നെ പിടിക്കും. അധികം മതി. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചൂണ്ടോട്ട് നോക്കാം. ഇന്ന് എത്രമാത്രം കിട്ടുമെന്നൊന്നും ഐഡിയ ഇല്ല. ഫിഷിങ്ങിന്റെ കാര്യം അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും. ഷബീറ ഫസ്റ്റ് മീൻ പിടിക്കണ്ടെന്നാലും, ഫസ്റ്റ് പിടിക്കുന്ന ആൾക്ക് മീൻ കിട്ടില്ലെന്ന്. ആ ഇളക്കിയതൊരു ടെക്നിക്കാട്ടാ. അത് എന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ വെള്ളത്തിൽ ഇളക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് വെള്ളത്തിൽ ഇളക്കുമ്പോൾ മീൻകൂട്ടം ഒന്നായിട്ട് അതിന്റെ അടുത്തോട്ട് വരും എന്ന് പറഞ്ഞേക്കാം. നമുക്കൊരു പഴയ നമ്മളിപ്പോൾ ഒരാളുണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ പറഞ്ഞതാട്ടാ.
ചെറിയൊരു ബോള് പോലെ ആക്കിയിടുന്നുണ്ട്. അത് ബോള് മീൻസ് ഒരു കടലമണി പോലെ ഇത്ര ഇടുന്നുള്ളൂ. ഒരു ഉക്ക് കവർ ചെയ്ത് മസ്റ്റാർഡിൻ്റെ 23 സൈസ് ഉക്കാണത്. അത് ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇരട്ടിട്ടുള്ളത്. ഒരു കൊത്ത് കിട്ടുമ്പോൾ അതിന് കാറ്റ് വരികയാണ്. നല്ല കരക്കാറ്റുള്ളതുകൊണ്ട് കൊത്തി തുടങ്ങുമ്പോൾ കാറ്റ് വരികയാണ്. ഉദ്ഘാടനം കഴിച്ചിട്ടാ. അപ്പോൾ ഫസ്റ്റ് കരിമീൻ പിന്നെ ഇളകല്ലേ എനിക്ക്. അതെ കുഴപ്പമില്ലാത്തൊരു സൈസേ. അതെ ഫസ്റ്റ് ഇട്ടാ. നമുക്ക് നോക്കാമല്ലോ. നമുക്ക് നെറ്റിലിറക്കണം. നെറ്റവിടെ ബാഗിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കരിമീൻ കിട്ടി. നമ്മുടെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വലയിലിട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. കാരണം എല്ലായ്പ്പോഴും ക്യാമറ ഓണാക്കി വെക്കാൻ പറ്റില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊത്ത് കിട്ടിയത്. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പോട്ടിൽ ചെന്ന് സീസൺ കറക്റ്റ് ആയിട്ടില്ല, സമയം ഫുൾ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കണ്ടിന്യൂസ് എയർ എടുക്കുന്ന കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നേരത്തെ എന്തോ കൊത്തുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഇങ്ങനെ താന്നങ്ങോട്ട് പോകും കൊത്തിക്കഴിഞ്ഞാൽ. പോകുന്നുണ്ട് താത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് നെട്ടിക്കൂട്ടാ. ഓക്കെ, പോയി. അയ്യേ കിട്ടിയില്ല, ജസ്റ്റ് മിസ്. നേരെ വായിൽ ഫുള്ള് എടുത്തിട്ടില്ല. നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും കൂടി നമ്മൾ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കാം. നല്ല ടൈമിങ് യാ. അത് രണ്ടാമത് കിട്ടിട്ടോ. ഇത് രണ്ടാമത്തെ. കുഴപ്പമില്ലാത്ത സൈസാണ് കേട്ടോ. അത് നമുക്ക് രണ്ടാമത്തും കിട്ടിയിട്ടാ. രണ്ടാമത് കിട്ടിയ കുറച്ചും കൂടി സൈസ് ഉണ്ട്. ഇങ്ങനെ അടുത്ത് നോക്കാം കിട്ടുമില്ല. അവിടെ ഇങ്ങനെ ഐഷ് കണ്ടില്ല, സൈസ് കണ്ടില്ലേ. ഇതാണ് കരിമീൻ ഇട്ടാ. നമുക്ക് കിട്ടിയൊക്കെ ഇതിൻ്റെയൊക്കെ അത് പോലില്ല. ഇതെങ്ങനെ തൂക്കിയെടുത്ത ചെയ് അങ്ങനെയില്ലേ. ഷെബീറിന് കിട്ടിയതാണേ. നല്ല അടിപൊളി ഷെബീറെ, നല്ല അടിപൊളി സൈസ്. ഇതായിട്ട് കരിമീൻ ഇങ്ങനത്തെ ഒരു 2-3 3 കിട്ടിയ വരില്ല ഉണ്ടാവും അല്ലേ. 3 ഉണ്ടെങ്കിൽ വരില്ല. എൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ ഈ സൈസ്. എന്നൊക്കെ അവരുടെ കൊല്ലിലിട്ടാളോ. ഏത് സാധനം മൂന്നാമത്തെ കേട്ടോ. അപ്പോൾ ലൈനൊക്കെ പൊട്ടിക്കുപ്പോ. നമ്മുടെ ഈ തീറ്റ എന്ന് പറയുന്നത് മിക്സ് ആട്ടോ, റെഡിമെയ്ഡ് തീറ്റയാണ്. നമ്മളതിലേക്ക് കുറച്ചും കൂടി മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു തന്നെ ഉള്ളൂ.
കുടുങ്ങിയ ഒന്നിൻ്റെ ഉള്ളിൽ കയറി. അവിടെ ലോക്കായി. അവിടെ ഒന്ന് വന്നടാ. മീനോടെ ലോക്കായി. മീൻ ആ കമ്പുമ്പോൾ ലോക്കായിടോ. ആ നാലാമത്തെ എന്തെങ്കിലും ആ മടലെടുത്താ ഇവിടെ തന്നെയാണ്. അതേ മറ്റേ തിരിച്ചെടുക്കാൻ പറ്റും നോക്കാം. ആ അതാക്കല്ലേ ടച്ച് അളക്കല്ല മീനും കൂടി അവിടെ പോകും. നാലാമത്തെ ആ മുന്നിൽ തന്നെ അതാ. ആ അത് കിട്ടൂല. അങ്ങനെ കുടഞ്ഞാൽ പോവും. കുടഞ്ഞാൽ മീനും കൂടി പോവും. ചെറിയ സൈസാണ്, വലിയ സൈസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. കൊച്ചു മീനല്ലേ, കളയാണ്ട് വെച്ചിട്ടാണ്. മീനെ പിടിച്ചോ. അടിപൊളി. അവിടെ വലിച്ചു പൊട്ടിച്ചാളാ. ആ പോന്നില്ലേ? ഇങ്ങോട്ട് കയറ്. അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചോക്കാം. അപ്പോൾ നമ്മളെ നാലാമത്തെ മീൻ കേട്ടോ എടുക്കുന്നത്. കിട്ടിയാ? താങ്ക് യു മുത്തേ, താങ്ക് യു. നോക്കി കയറി. ഇങ്ങോട്ട് വാ. പിന്നെ അങ്ങനെ തന്നെ പോണേ. കിട്ടിപ്പോയി. ആ പിന്നെ ആ ചണ്ടിൻ്റെ ഉള്ളിക്കാണ് കയറണം. അടിയെന്ന് അറിയാൻ പറയില്ല, എൻ്റെ ഉള്ളിൽ നിന്നാണ് കൊത്തണത്. അത് കെച്ചിലായതാട്ടാ. ചെറിയ ഒക്കെ ഉള്ളൂ, ഒന്നുമില്ല. അത്യാവശ്യം ലോക്കായി എന്നിട്ടാ. അഞ്ചാമത്ത് ഒരു കരിമീൻ്റെ കുത്തിയിട്ടാ. അത് നമ്മൾ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്ററിന് മേലേക്കുള്ള മീനുകളെ മാത്രമേ എടുക്കാൻ പാടുന്നുണ്ട്. റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ റിലീസ് ചെയ്തു. എന്തായാലും ഞാൻ അടുത്ത് കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണോന്ന് അറിയണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ പോൾ റോഡ് എന്ന് പറഞ്ഞത് ലുക്കാനയുടെ ഒരു 360, അതായത് 3 മീറ്റർ 60 സെൻറ്റി എന്നിട്ടുള്ള ഈ ഒരു പോൾ റോഡാണ് കേട്ടോ. പിന്നെ അതുപോലെ ലൈനാണെങ്കിൽ ഇതാണ് സഫിക്സിൻ്റെ ഒരു 0.20 സൈസ് വരുന്ന ഈ ഒരു മോണോ ലൈനാണ് സഫിക്സിൻ്റെ. ഓക്കെ, പിന്നെ അതുപോലെ ഒരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മളെ. ക്ലിയറാണെന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിത്തെ ഒരു ഫ്ലോട്ട് നമ്മൾ 3 ഒരു ഫ്ലോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഉക്കാണെങ്കിൽ വളരെ ചെറിയ സൈസ്. ഇവിടെ മനസ്സിലാവും. അതെ, ഈ ഇത്രയും സൈസ് 23 സൈസാണ്. പിന്നെ അതുപോലെ ഒരു ചെറിയ ലെഡിൻ്റെ പീസ് ഇട്ടുണ്ട്, പെട്ടെന്ന് വെയിറ്റ് ഇട്ടിട്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ ഉക്കാണ് കേട്ടോ. 23 സൈസാണ് മസ്റ്റാർഡിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് നമ്മൾ ഈ കരിമീൻ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞിട്ടാണ് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് പേക്കപ്പ് ആക്കുകയാണ്. നമ്മൾ ലൈന് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതിന് ഒരു ഊരാക്കൂട് കിട്ടും. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. നമ്മൾ എന്താ പറയുക, നമ്മളെ ലൈൻ ഈ ഇതിൽ നമ്മളൊരു ഊരാക്കൂട് എടുത്ത് ടൈ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ എൻഡിൽ. അപ്പോൾ അത് നമ്മൾ പണി കഴിഞ്ഞാൽ അതിൻ്റെ അയച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു കാർഡ്ബോർഡിനകത്ത് ചുറ്റി വെക്കലാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാം. ഇന്നത്തെ മീനാണ് കേട്ടോ. ഇന്ന് കിട്ടിയ കരിമീനാണേ. വെളിച്ചം എത്രമാത്രം ഉണ്ട് കാണൂടാ. ശരിക്കച്ച് അതിന്റെ ബാക്കിലുണ്ടായിരുന്നൊക്കെ എടുത്താ. ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടിയതാണ്. കറക്റ്റ് ടൈം ആയിട്ടില്ല സീസൺ. എന്നാലും നമുക്ക് 1, 2 എത്ര നട്ടാ? 2, 4, 6, 8, 10. ഓക്കെ, അടിപൊളി. ഇതാണ് ഏറ്റവും സൈസ് നമ്മൾ ഷബീർ പിടിച്ചത്. ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്ത സൈസാണ്. എന്തായാലും ഉഷാറ്. അപ്പോൾ അതെ മീൻ നമ്മൾ കവറിലാക്കിയിട്ടുണ്ട്. നല്ല പോവും.